കനത്ത ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ വികസനത്തിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന തലസ്ഥാന നഗരി ഒരിറ്റ് കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP ഭരിക്കുന്ന കോർപ്പറേഷനും BJPയുടെ കഴിവുകേടാണെന്ന് സർക്കാരും പരസ്പരം പഴിചാരുമ്പോൾ ദുരിതത്തിലാകുന്നത് ആയിരക്കണക്കിന് സാധാരണ കുടുംബങ്ങളാണ്. തിരുവനന്തപുരത്തെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് അനിരു അശോകൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വികസനത്തിന്റെ അതിവേഗ പാതയിലാണ് തിരുവനന്തപുരം നഗരമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഈ ദൃശ്യങ്ങൾ പറയുന്നത് മറ്റൊരു കഥയാണ്. ഇവിടെ പൈപ്പുകൾ തുറന്നാൽ വരുന്നത് വെള്ളമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ അവഗണനയുടെ കാറ്റാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല വാർഡുകളിലും മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ വെള്ളമെത്തിയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആറ്റുകാൽ ക്ഷേത്ര പരിസരം സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ വാർഡിലെ വട്ടവിളയിലാണ്. ഇതുപോലെ ഒരുപാട് പൈപ്പുകൾ വാട്ടർ അതോറിറ്റി ഇവിടെയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തുറന്നാലോ വായു മാത്രമാണ്. മാസങ്ങളായി ഇവിടുത്തെ ഈ സാധാരണക്കാർക്ക് വെള്ളം കിട്ടിയിട്ട്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പ്രദേശത്ത് പൈപ്പ് വെള്ളം എത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന വയോധികരും രോഗികളുമടക്കം നൂറുകണക്കിന് കുടുംബങ്ങളാണ് വെള്ളത്തിനായി നരകയാതന അനുഭവിക്കുന്നത്. വല്ലപ്പോഴും ടാങ്കറുകളിൽ കോർപ്പറേഷൻ എത്തിക്കുന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ ഈ ജനതയുടെ ഏക ആശ്വാസം. കൊച്ചു കുട്ടികളെ ദേഹത്ത് വെപ്പും വെക്കുരു കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുങ്ങൾക്ക് കുളിപ്പിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒന്നും വേണ്ട. ടോയ്ലറ്റിൽ പോകാൻ വെള്ളം വേണോ? അതിന് പോലും ഇവിടെ വെള്ളം കിട്ടാൻ നിവർത്തിയില്ല. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് വെള്ളമില്ല, എല്ലാവരും താഴെ പോയാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം ഞങ്ങൾക്ക് കുടിവെള്ളം, ഞങ്ങൾ ആഹാരങ്ങളൊന്നും ചോദിക്കുന്നില്ല. നമ്മൾക്ക് ആറ്റുവൽ ക്ഷേത്രത്തിൻ്റെ ഫണ്ടിൽ നമ്മൾ കച്ചവടത്തിന് പോകണവരാണ്. അപ്പം നമ്മളെയൊക്കെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചാൽ ഭയങ്കര കുളിക്കാതെ നനയ്ക്കാതെ പോകാൻ പറ്റില്ല. അതേസമയം ഈ ദുരിതത്തിലും രാഷ്ട്രീയ പോര് തുടരുകയാണ്. കുടിവെള്ള പ്രശ്നത്തിൽ ഇടതു സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് കോർപ്പറേഷന്റെയും വാർഡ് കൗൺസിലറുടെയും വാദം. ജലവകുപ്പ് മന്ത്രി വരെ ഉണ്ട്, എന്നിട്ട് പോലും സർക്കാർ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു? ഇതൊരു BJP കൗൺസിലർ ഇരിക്കുന്ന വാർഡ് ആയതുകൊണ്ടാണോ എന്ന് ഞാൻ സർക്കാരിനോട് ആത്മാർത്ഥമായി ചോദിച്ചു പോവാണ്. വട്ടവിള ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സർക്കാർ മന്ദിരങ്ങളിലും VIP-കളുടെ വീടുകളിലും വെള്ളം സമൃദ്ധമായി ഒഴുകുമ്പോൾ സാധാരണക്കാരന്റെ അടുക്കളയിൽ പാത്രം കഴുകാൻ പോലും വെള്ളമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സമയം നമ്മളിപ്പോൾ കരിമടം കോളനിയിലെ ഒരു വീട്ടിലാണ്, നസീമ ചേച്ചിയുടെ വീട്ടിലാണ്. അവിടുത്തെ ഒരു അവസ്ഥയാണ് ഇതുപോലെയാണ്. നൂലുപോലെ വരുന്ന വെള്ളമാണ്. ഇപ്പോൾ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. നസീമ ചേച്ചി ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. ചേച്ചി, എങ്ങനെയാണ് ഇവിടുത്തെ? ഇവിടെ 2 മാസമായി ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട്. പിന്നെ ഇലക്ഷൻ വന്നപ്പോൾ ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ട് അപ്പോഴും വെള്ളം വിട്ടുകൊണ്ടിരുന്നു. അപ്പോഴും ഈ വെള്ളം എവിടുന്ന് വന്നു? കുട്ടികളുടെ കാര്യം നിങ്ങൾ നോക്കണം. സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും ഇവിടെ വെള്ളമില്ല. പിന്നെ ഈ താഴേന്ന് വെള്ളം കൊണ്ട് കയറിയ മക്കളെ ഞാൻ കൂടെ കൊണ്ടിട്ടോണ്ട് പോയി. കാലിൽ നീരും വന്ന് പടാപ്പാട് വരുന്നു. കുടിവെള്ളം എന്നത് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. വെള്ളത്തിൻ്റെ പേരിൽ രാഷ്ട്രീയമാണ് സർക്കാരും കോർപ്പറേഷനും കളിക്കുന്നതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ സാധാരണക്കാരോട് മറുപടി പറഞ്ഞേ തീരും. വെള്ളം കാത്തിരിക്കുന്ന ഈ ബക്കറ്റുകൾക്കും ക്യാമറമാൻ അനീഷ് മലയൻകീഴിനുമൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.